സൈക്കിൾ മേടിച്ചുകൊണ്ട് വരുമോ, അത് മേടിച്ചുകൊണ്ട് വരുമോ, ഇത് മേടിച്ചുകൊണ്ട് വരുന്നൊക്കെ എപ്പോഴും ചോദിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കാറുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, ഇടിഞ്ഞ് തറയെ വീഴുമോ എന്നുള്ളത്. തുച്ഛമായ കാശ് കൊണ്ടാണ് കുട്ടിയുടെ പഠിത്തം, ലിജിയുടെ ചികിത്സ ഒക്കെ നടക്കുന്നത്. കേക്ക് വാങ്ങിച്ചുകൊണ്ടോന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓണക്കോടി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നത് മനസ്സിലാക്കണം. നമസ്കാരം, ഇത് കല്ലുവാതുക്കൽ അടുതല 2ാം വാർഡാണ്. ഈ മെമ്പർ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയം കാണും. ഞങ്ങൾ മുമ്പ് മെമ്പർ വന്നിട്ട്, മെമ്പർ മേഴ്സി മെമ്പറുടെ പേര്, ഇവിടെ CPM മെമ്പറാണ്. മെമ്പർ പറഞ്ഞിട്ട് ഞങ്ങൾ മുമ്പ് ഇവിടെ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. ഒരു മാമനെ, ഈ മാനസികാസ്വാസ്ഥ്യമുള്ള മാമനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് അവസാനം ഞങ്ങൾ രക്ഷിച്ച്, മെമ്പറിൻ്റെ കൂടെ സഹായത്തോടുകൂടി രക്ഷിച്ച് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിക്കും അസുഖമായിട്ടല്ലേ, ആ കുട്ടിക്കും അസുഖമായി, അവർക്കും ചികിത്സിക്കാൻ കാശില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാർത്ത ചെയ്ത് ഒരുപാട് പേര് സഹായിച്ചു. ഏകദേശം 2 മില്യണോളം ആ വാർത്ത എല്ലാവരും കണ്ടതാണ്. അങ്ങനെയൊക്കെ നമ്മൾ പ്രേക്ഷകരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെമ്പറെ വിളിച്ചിട്ടാണ് ഞാൻ വീണ്ടും കല്ലുവാതുക്കൽ ഇവിടെ അടുത്തുള്ള 2ാം വാർഡിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ലിജിയാണ്. ലിജിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിജിക്ക് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമുണ്ട്. അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. പോളിസൈറ്റീമ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അതിന് ചികിത്സയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ഇവർക്ക് യാതൊരു വരുമാനവുമില്ല. ഈ ഒരു അമ്മ, ഈ ലിജിയുടെ അമ്മ വീട്ടുജോലിക്ക് പോയിട്ടുള്ള വരുമാനം കൊണ്ടാണ് ലിജിയെ ചികിത്സിക്കുന്നത്. ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ കൊണ്ടുപോയി അത് കുത്തിയെടുക്കുക അല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. കാരണം ഇതിന് വലിയ ചികിത്സയൊന്നുമില്ല. പക്ഷേ ആ ഒരു ചികിത്സയ്ക്ക് പോലും, വണ്ടിക്കൂലിക്കും മരുന്നിനും പോലും കാശില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മളെ കണ്ണ് നനയിക്കുന്ന ഒന്നാണ്. ഏതായാലും നമ്മുടെ മെമ്പറുണ്ട്. മെമ്പർ ഇങ്ങനെ പറയട്ടെ. മെമ്പർ കുറേ പ്രാവശ്യം വിളിച്ചല്ലേ? എനിക്കും വയ്യായിരുന്നു. ഒത്തിരി പ്രാവശ്യം വിളിച്ചു, നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയിച്ചു. എങ്കിലും ഈ വീട്ടിൽ നിന്നുള്ള എന്നോടുള്ള ഒരു സഹായം ചോദിക്കുമ്പോൾ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. അപ്പം നിങ്ങളുടെ ചാനൽ ഞാൻ പ്രത്യേകം പറയുന്നു, പല ചാനലുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഒരു മനസ്സ് വെച്ച് ഒരു വില്ലിങ്ങോട് കൂടി കടന്നു വരുന്ന നിങ്ങളാണ്. അതിന് ആദ്യം എൻ്റെ തന്നെ നന്ദി പറയുകയാണ്. പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരുവിധമൊക്കെ അവർ തന്നെ നേരിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച്. ഹസ്ബൻഡാണെങ്കിൽ ഈ അസുഖം അറിഞ്ഞതിന് ശേഷം, ഇദ്ദേഹം ആദ്യമൊക്കെ 2 പ്രാവശ്യം വന്നിരുന്നു, പിന്നീട് അസുഖം അറിഞ്ഞതിന് ശേഷം വരാറില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സങ്കടവും ദേഷ്യവും വന്നൊരു കാര്യം ഏതാണ്? കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ കൂടി 1-2 പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് കാല് വയ്യാത്ത സ്ത്രീകളെ വരെ ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. അത്തരം ഒരു കാലഘട്ടത്തിൽ, അസഹനശക്തിയുള്ള അത്രയും ചെറുപ്പക്കാരുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുമ്പിലാണ് ഈ ഒരു അനിയത്തിക്കുട്ടിക്ക്, അവർക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ആ ഭർത്താവ് ഇപ്പോൾ കാര്യങ്ങൾ നോക്കാറില്ല. ഒരു കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടിയുണ്ട്. അത് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇവരെ കളഞ്ഞിട്ട് പോയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ കാര്യങ്ങൾ നോക്കാൻ ഇങ്ങോട്ട് വരാറില്ല. ഡൈവേഴ്സൊന്നും ആയിട്ടില്ല, പക്ഷേ ഇങ്ങോട്ടത് വരാറില്ല. അവർക്ക് ഒരു ചിലവും നോക്കാറില്ല. ലിജിയുടെ അമ്മയാണ്. അമ്മയ്ക്ക് വേറെ വരുമാനമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല. ഞാൻ വീട്ടു ജോലിക്ക് പോയാണ്. കുഞ്ഞിന് മോളെ അമ്മയുണ്ട്. അമ്മയെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഞാനാണ്. ബുദ്ധിമുട്ട് കൊണ്ട് മെമ്പറോട് പറഞ്ഞു. അങ്ങനെ മെമ്പർ ഓടിയെത്തി എല്ലാ കാര്യത്തിലും മെമ്പറോടാണ് എൻ്റെ സങ്കടം കൂടുതലും പറയുന്നത്. ഇതിപ്പോ എത്ര ദിവസം കുടുംബമാണ് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്? മാസം 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലഡ് പരിശോധിച്ച് നോക്കി അതിന്റെ അളവ് അറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അത് പരിശോധിച്ച് അതിന്റെ റിസൾട്ടുമായിട്ട് രാവിലെ പോയാൽ നമ്മൾ വൈകിട്ടാണ് വരുന്നത്. നോക്കി കണ്ട് എല്ലാം മരുന്ന് കൂടുതലാണെങ്കിൽ കുത്തിയെടുത്ത് കളയും. ആദ്യം കണ്ടുപിടിച്ചത് നമുക്ക് ഛർദിൽ തുടങ്ങി, പച്ച കളർ ഛർദിൽ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ദേഹം കുഴയുക, ശരീരം മൊത്തം അങ്ങ് വേർത്തു വരിക. അപ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം ഈ രോഗം കണ്ടുപിടിച്ച് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ. അങ്ങനെ അവിടെ കൊണ്ടുപോയി. അന്ന് തൊട്ട് ഇന്ന് വരെ ചികിത്സ തുടങ്ങിക്കൊണ്ടിരിക്കുക. 5 വയസ്സുള്ള കുട്ടിയുണ്ടല്ലേ? 5 വയസ്സുള്ളൊരു മോനുണ്ട്. അതിനെ പഠിപ്പിക്കണം. സ്കൂളിൽ വിടണം. പിന്നെ വളരെ ബുദ്ധിമുട്ടില്ല. ഹസ്ബൻഡ് മരിച്ചത് മെയ് മാസത്തിലാണ് മരിച്ചത്. ലിജിയുടെ ഹസ്ബൻഡ് എന്തായാലും ഇങ്ങോട്ട് വരാറില്ല. ഈ അസുഖം പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാറില്ല, കാര്യങ്ങൾ നോക്കാറില്ല, കുടുംബം നോക്കാറില്ല. അപ്പോൾ ഈ അമ്മ എന്താ പറയുക, വീട്ടു ജോലിക്ക് പോയിട്ട് കിട്ടുന്ന തുച്ഛമായ കാശ് കൊണ്ടാണ് കുട്ടിയുടെ പഠിത്തം, ലിജിയുടെ ചികിത്സ ഒക്കെ നടക്കുന്നത്. ആ വീടൊന്ന് കാണാം നമുക്ക്. മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, ഇടിഞ്ഞ് തറയെ വീഴുമോ എന്നുള്ളത്. നമ്മൾ 4 പേര് ഇവിടെ കിടക്കുന്നു. 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പുറത്തും അതുപോലെ വിശ്വസിച്ച് കിടക്കുന്നത് എങ്ങനെ കിടക്കുന്ന ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക്.
ഇപ്പൊ നല്ല രീതിയിൽ ഇടിഞ്ഞിരിക്കുകയല്ലേ കിഴിഞ്ഞ് പറയാ ആഹാരം കഴിച്ചാ കഴിച്ചോ ആഹാരമൊക്കെ കഴിച്ചല്ലേ കണ്ണിന് കാഴ്ച കുറവാണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ശരിയായിട്ടില്ല അത് തട്ടുകയില്ല ഒരു കണ്ണിന്റെ ഒരു മിനിറ്റ് കൂട്ടക്കാരൊന്നും സംസാരം കേട്ടാ അല്ലാതെ അരികെ വരുമ്പോ ഇന്നാളാണ് വിഷമിക്കണ്ട. ഇപ്പൊ മെമ്പറൊക്കെ ഇല്ലേ, മെമ്പറൊക്കെ നമ്മളെ വിളിച്ച് നമ്മളൊക്കെ വന്നില്ലേ, നമുക്ക് എന്തായാലും വാർത്തയെ കൊടുക്കാം കേട്ടോ. ആരെങ്കിലുമൊക്കെ സഹായിക്കും, നമ്മുടെ പ്രേക്ഷകരൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ സഹായിക്കും കേട്ടോ. കുഞ്ഞ് പപ്പയെ കാണാൻ എപ്പോഴും കരയും, എന്നും പപ്പയുടെ കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ, കുഞ്ഞിനെ പപ്പയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞിനെ എല്ലാം വാങ്ങിക്കണമെന്ന് അവിടെ എവിടെയൊക്കെ പറയും. പപ്പമാർ വരുമ്പം കുഞ്ഞിന് വലിയ വിഷമമാണ്, പപ്പയെ കാണണമെന്നുള്ളതാണ്. ഒരു സൈക്കിൾ മേടിച്ചുകൊണ്ട് വരുമോ, അത് മേടിച്ചുകൊണ്ട് വരുമോ, ഇത് മേടിച്ചുകൊണ്ട് വരുന്നൊക്കെ എപ്പോഴും ചോദിച്ച് ഞങ്ങളെ വിഷമിപ്പിക്കാറുണ്ട്. ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ കുഞ്ഞിനോട്? അങ്ങനെ വിഷമത്തിലൊക്കെ കഴിഞ്ഞു പോകും. ഏതായാലും ഇതാണ് അവസ്ഥ. ഒരു കുഞ്ഞ് 5 വയസ്സുള്ള പൊടി കുഞ്ഞ് അച്ഛനെന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. കാരണം വെച്ചാൽ കൂടെയുള്ള കുട്ടികളും സഹപാഠികളൊക്കെ അച്ഛനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛനെ കാണാത്തൊരു കുഞ്ഞിന്റെ അവസ്ഥ ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഓരോ കുട്ടികളും വന്ന് പറയുമായിരിക്കും ഇങ്ങനെ അച്ഛൻ്റെ സൈക്കിൾ വാങ്ങിച്ചുകൊണ്ടോന്നു, അല്ലെങ്കിൽ മുട്ടായി വാങ്ങിച്ചുകൊണ്ടോന്നു, കേക്ക് വാങ്ങിച്ചുകൊണ്ടോന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓണക്കോടി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞിന്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നത് മനസ്സിലാക്കണം. കാരണം അവനൊരു അച്ഛനുണ്ട്, പക്ഷെ അച്ഛനുള്ളതും ഇല്ലാത്തതും ഒരേപോലെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ആ കുഞ്ഞ് വരെ കടന്നു പോകുന്നത്. ഇത്തരം ഒരു ബാല്യത്തിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞിന്റെ മാനസികാവസ്ഥ എങ്ങനെ വികസിക്കുമെന്നോ അല്ലെങ്കിൽ അവൻ വലുതാകുമ്പോൾ എങ്ങനെ ആയിത്തീരുമെന്നോ പറയാൻ കഴിയും.